ഹലോ. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മുമ്പ് വന്നൊരു കമൻറ്റ് ഓർമ്മ വന്നത്. അപ്പോൾ ഈ നമ്മുടെ സ്റ്റിച്ചിങ് റൂം ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇന്ന് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ വീടിൻ്റെ മുകൾ വശത്തായിട്ട് ഒരു ചെറിയ സ്റ്റെയർ റൂമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് റൂമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അധികം വലിയ സ്ഥലമൊന്നുമല്ല, ഒരു ചെറിയ ഏരിയ ആണ്. ഒരു മുറിയുടെ അത്രയും വലിപ്പമുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ മെഷീനൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ താഴെ പിള്ളേർ അത് മെഷീനുമായിട്ടൊന്നും കളിക്കാത്ത ഒരു രീതിയിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ആകുമ്പം പിള്ളേർ പെട്ടെന്ന് കയറി വരത്തില്ലല്ലോ. ആ രീതിയിലാണ് ഞാൻ ഇവിടെ മുകളിലേക്കാക്കിയത് ഇത്. പിന്നെ സൈഡിൽ ഞാൻ ഇവിടെ ഒരു ബ്ലാങ്കറ്റ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അത് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലും തറയിലിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുവാണേ. പിന്നെ അതാ ഇവിടെ സൈഡിലായിട്ടൊരു ഷെൽഫുണ്ട്, അതിനകത്ത് നമ്മുടെ മെറ്റീരിയൽ അടുക്കി വെച്ചിരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തയ്ക്കാൻ കൊണ്ടുവരുന്നവരുടെ മെറ്റീരിയലും നമ്മളവിടെ ഒരു 2 തട്ടിലായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇതാണ് നമ്മൾ തയ്ക്കാനുള്ള തുണികളാണ് ഈ 2 തട്ടിലായിട്ട് വെച്ചിരിക്കുന്നത്, താഴെയും മുകളിലുമായിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ നമ്മൾ ഇവിടെ വിൽപ്പനയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസാണ്. അത് നൈറ്റി ബിറ്റാണ്. പിന്നെ ഈ ഒരു ഫ്ലറിൻ്റെ ആ ഒരു മെറ്റീരിയലുണ്ട്, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതും നമ്മുടെ കയ്യിൽ തന്നെയുള്ള മെറ്റീരിയൽസാണ്. അപ്പം ആവശ്യത്തിന് കസ്റ്റമർ പറയുന്നതനുസരിച്ച് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 സെറ്റും 2 റണ്ണിങ് മെറ്റീരിയലാണ് വരുന്നത്. 2 സെറ്റും റണ്ണിങ് മെറ്റീരിയലാണ് വരുന്നത്. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്. അതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത് നൈറ്റിയുടെ ബിറ്റാണ്, നൈറ്റിയുടെ മെറ്റീരിയലാണ് വരുന്നത്. അതും ഇതുപോലെ ഇവിടെ ഇങ്ങനെ അടുക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പീസൊക്കെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ വന്നിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് വാക്കിംഗ് കസ്റ്റമർ വളരെ കുറവാണ്. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഉള്ള കുറേ കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതലും ഉള്ളത്. അപ്പോൾ നമ്മുടെ മെഷീൻ ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടൊരു കോർണറിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു പർഗോളയുടെ ആ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ അത്യാവശ്യം നല്ല വെട്ടം അവിടെ നിന്ന് കിട്ടുവേ. അപ്പോൾ ഈ 2 സൈഡിൽ ഇതുപോലെ പർഗോള വരുന്നുണ്ട്. പിന്നെ ആ പർഗോള വരുന്ന ഭാഗത്താണ് ഞാനിങ്ങനെ ഇതുപോലെ നമ്മുടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും പിറക്കി വെച്ചിരിക്കുന്നത്. മറ്റ് കബോർഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ സൈഡിലായിട്ട് നമ്മൾ അളവെഴുതുന്ന ആ ഒരു ഡയറി ഇതും എല്ലാം പിറക്കി ആ ഒരു പർഗോളയുടെ സൈഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള മെഷീനാണ് ഇത്. ഒന്ന് ജാക്കിൻ്റെ ആ ഒരു A2C എന്ന് പറയുന്ന ആ ഒരു മെഷീനാണ്. പിന്നെ നമ്മുടെ ചെറിയ ആ ഒരു ബ്രദറിൻ്റെ ആ ഒരു എംബ്രോയ്ഡറി മെഷീൻ പോലത്തെ മെഷീനാണ്. അപ്പം നമുക്ക് ടേബിൾ ടോപ്പ് മെഷീൻ. അപ്പോൾ ആ മെഷീനിൽ സ്കാലപ്പൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നലെ നമുക്ക് യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ബട്ടൺ ഹോൾ വരയാനുണ്ടായിരുന്നു. അതാണ് ആ മെഷീൻ ഇപ്പോൾ എടുത്ത് മുകളിൽ വെച്ചേക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അങ്ങ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എടുത്ത് മാറ്റി നല്ല സൂക്ഷിച്ച് വെച്ചേക്കുവേ. അങ്ങനെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് റൂം വരുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഇച്ചിരി വാൾ സ്റ്റിക്കറൊക്കെ മേടിച്ച് സൈഡിൽ ഒട്ടിക്കണമെന്നൊക്കെ ഉണ്ട്. അത് താമസിക്കാതെ നമ്മുടെ ഇതനുസരിച്ച് ചെയ്യുന്നതായിരിക്കുമേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.